സ്ട്രക്ചർ വരുന്നതും ജനങ്ങൾക്ക് ഗുണകരമാണെന്നോ ഞങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഈ ടാക്സ് കുറയ്ക്കുന്നത് ജനങ്ങൾക്ക് കിട്ടണം. അത് കമ്പനികൾ ആ ലാഭം എടുക്കുകയല്ല വേണ്ടത് എന്നാൽ അത് ചെക്ക് ചെയ്യണം. അത് എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ തന്നെ ചില പരാതിയുണ്ട്. ടാക്സ് 10% കുറയുമെന്ന് കേൾക്കുന്ന ചില വിഷയങ്ങൾക്ക് ചില സാധനങ്ങൾക്ക് വില കൂട്ടാൻ അവർ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കാര്യമാണ്. അപ്പോൾ അത് ടാക്സ് കിട്ടണം. ടാക്സ് കുറയുന്നതിന് ഗുണം ഉപഭോക്താക്കൾക്ക് കിട്ടണം. രണ്ടാമത്തെ കാര്യം രാജ്യത്താകെ ഒരു 3-4 ലക്ഷം കോടി രൂപയുടെ വരുമാനം കുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ചിലർ പറയുന്നത് 2 ലക്ഷത്തിൻ്റെ ആണെന്ന്. അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് വന്നിട്ടില്ല. കണക്കുകൾ പഠിച്ചിട്ടായിരിക്കും GST കൗൺസിലിൽ വരിക. ഇതുവരെ എന്തായാലും കണക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആ റേറ്റ് റിവിഷൻ കമ്മിറ്റിയുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളുടെ വരുമാനം ഒരു പ്രശ്നമാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ സംസ്ഥാനങ്ങളുടെ വരുമാനം ഉറപ്പാക്കിയില്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എങ്ങനെ കൊടുക്കും? അപ്പോൾ അത് ഈ 2 കാര്യമുള്ളൂ, അല്ല വേറൊരു കാര്യം അതിനെ സംബന്ധിച്ചില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ കാണിച്ചിട്ട് പിന്നെ പ്രധാനമന്ത്രി കത്തയച്ചിട്ടുണ്ട്. പല സ്ഥലത്തും അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് സ്റ്റേറ്റുകളുടെ ഫൈനാൻസസ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട US-ന്റെ അധിക തീരുവ അത് കേരളത്തിന് എത്ര വരുമാനം കേരളത്തിന് എങ്ങനെ ബാധിക്കും? അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള കുറേ ചർച്ചകൾ വന്നിരുന്നു. കേരളത്തിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ അത്രയും നമ്പർ എക്സ്പോർട്ടില്ല. എങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ടായിട്ടുള്ള മത്സ്യോൽപ്പന്നങ്ങൾ, നമ്മുടെ സ്പൈസസ് നമ്മൾ കേരളത്തിൽ ധാരാളം അയക്കുന്നുണ്ട്. 10-17% വരും സ്പൈസസിൻ്റെ ഈ മത്സ്യത്തിൻ്റെ തന്നെ കയറ്റുമതി എന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ. ഇതൊക്കെ അനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കയറും കശുവണ്ടിയും തുണിത്തരങ്ങളും തേയില എല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അത് ബാധിക്കുന്നുണ്ട്. ചില മേഖലകളിലൊക്കെ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിനെ ബാധിക്കും. നമ്മളെക്കാളും കൂടുതൽ തിരുപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രൊഡക്ഷനൊക്കെ ഒരു ഹാർട്ടിലേക്ക് എത്തിയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തെയും ബാധിക്കുന്നത് മറികടക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു വെല്ലുവിളിയെ അങ്ങനെ നേരിട്ടിട്ട് അമേരിക്ക പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ആഭ്യന്തര വിപണിയെയും ആഭ്യന്തര വ്യവസായത്തെയും തകർക്കാൻ പാടില്ല. അത് ശക്തമായ നിലപാടാണ് കേരളത്തിനുള്ളതൊക്കെ.